കഴിഞ്ഞ ദിവസം ഒരു ബിസിനസ് ഓണറിന്റെ സങ്കടകരമായ നിസ്സഹായ അവസ്ഥ ആ ബ്രാൻഡ് ഷെയർ ചെയ്ത സമയത്ത് ആ വീഡിയോ വളരെയധികം വൈറലാവുകയുണ്ടായി. അതായത് ഒരു ടൂത്ത് പേസ്റ്റുമായി ബന്ധപ്പെട്ട ഒരു ബ്രാൻഡ്, എഡിനോറ എന്നാണ് ബ്രാൻഡിൻ്റെ പേര്. അവർക്ക് വരുന്ന റിട്ടേണുമായി ബന്ധപ്പെട്ടാണ് അവർ വീഡിയോ ഷെയർ ചെയ്തത്. വളരെ വലിയ റിട്ടേൺ ആണ് വന്നിട്ടുള്ളത്. അതിലൂടെ തന്നെ അവർക്ക് വളരെ വലിയൊരു ലോസ് അതിലൂടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ബഹുഭൂരിപക്ഷവും ക്യാഷ് ഓൺ ഡെലിവറി ഓർഡറുകളാണ് റിട്ടേൺ ആയിട്ട് വന്നതായി അവർ തന്നെ പറയുന്നത്. ആദ്യം തന്നെ ആ വീഡിയോ നമുക്കൊന്ന് കാണാം. അതിനുശേഷം ഞാൻ ഇതിനെക്കുറിച്ച് പറയാം, ഇത് എങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാം എന്നത്. ഡാമേജ് ആയത് എഡിനോറയുടെ പ്രിയപ്പെട്ട കസ്റ്റമേഴ്സിനെ ഒരു കാര്യം അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. നമുക്കൊരുപാട് നല്ല കസ്റ്റമേഴ്സ് ഉണ്ട്. ഞാൻ ഈ എഡിനോറ തുടങ്ങിയതിൽ വളരെ പ്രൗഡാണ്. അതേസമയം നമ്മളെ ഉപദ്രവിക്കാനായിട്ട് കുറേ പേരുണ്ട്. ഇതൊന്നും പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ട് തിരിച്ചു വന്നതല്ല. പ്രോഡക്റ്റ് അയക്കാൻ പറയും, ഇവിടെ നിന്ന് COD ആയിട്ട് അയച്ചു കൊടുക്കും. അവരവിടെ നിന്ന് ആ സാധനം അവർ തുറന്നു പോലും നോക്കുകയോ വാങ്ങിക്കുകയോ ചെയ്യാണ്ട് ആവശ്യമില്ലാത്ത എക്സ്ക്യൂസും പറഞ്ഞിട്ട് അവർ തിരിച്ചയക്കും. ഒരു പ്രസ്ഥാനം ഇത് നോക്കൂ, ഞങ്ങൾ ഇത്രയും പേര് ഇതുകൊണ്ടാണ് ജീവിക്കുന്നത്. ഇവർ മാത്രമല്ല, ഇനി നമ്മുടെ പ്രൊഡക്ഷൻ യൂണിറ്റിൽ ആൾക്കാരുണ്ട്. അത്രയോ പേരുടെ ജീവിതമാണിത്. ഇത് ഓരോരുത്തർക്ക് കളിയാണ്. അവർക്കിത് ഇവിടെ പ്രോഡക്റ്റ് ഓർഡർ ചെയ്യും, ഇവിടെ വിളിച്ച് ഓർഡർ ചെയ്യും, അവിടെ ചെല്ലുമ്പോഴത്തേക്ക് അവർ സാധനം വാങ്ങില്ല. നോക്കൂ, ഇത്രയും ഡാമേജ് ആയി പ്രോഡക്റ്റ്. 95% പേർക്കും വാങ്ങാമെങ്കിൽ ഈ 5% പേർക്ക് എന്താണ് അവരുടെ പ്രശ്നം? ഇത് ഇവരുടെ മാത്രം പ്രശ്നമല്ല. ബഹുഭൂരിപക്ഷ D2C ബ്രാൻഡുകളുടെ അല്ലെങ്കിൽ ഡയറക്റ്റ് ടു കസ്റ്റമർ ആ സെഗ്മെന്റിൽ അല്ലെങ്കിൽ ഓൺലൈൻ വഴി വർക്ക് ചെയ്യുന്ന ബഹുഭൂരിപക്ഷ ബ്രാൻഡുകളുടെയും അവസ്ഥയാണ്, അല്ലെങ്കിൽ സങ്കടകരമായ നിസ്സഹായ അവസ്ഥയാണ് എഡിനോറയുടെ ഓണർ ഷെയർ ചെയ്തിട്ടുള്ളത്. ഇവിടെ വളരെ വലിയൊരു ലോസ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. എങ്ങനെ? ഒന്ന്, പ്രൊഡക്ഷൻ ചെയ്ത് പാക്ക് ചെയ്ത് അയക്കുന്നു, മാൻ പവർ, പൈസ, ഇവ രണ്ടും അവിടെ നഷ്ടമായിട്ടുണ്ട്. അതേപോലെ തന്നെ സമയവും അയച്ചു, അതേപോലെ തന്നെ കസ്റ്റമർ റിസീവ് ചെയ്യാതെ അതേ പ്രോഡക്റ്റുകൾ തിരിച്ചു വരുന്നു. അപ്പോൾ പാക്കേജിങ്ങിൽ വരുന്ന നഷ്ടം, പ്രോഡക്റ്റിൽ വന്ന ഡാമേജ്, ഇങ്ങനെ വളരെ വലിയൊരു ലോസ് അവിടെ സംഭവിച്ചിട്ടുണ്ട്. ഇത് ഒന്നോ രണ്ടോ D2C ബ്രാൻഡുകളുടെ പ്രശ്നമല്ല, അല്ലെങ്കിൽ ഡയറക്റ്റ് ടു കസ്റ്റമറുടെ പ്രശ്നമല്ല, മറിച്ച് ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്ന ബഹുഭൂരിപക്ഷ D2C ബ്രാൻഡുകളുടെയും അവസ്ഥ ഇതാണ്. ഇങ്ങനെ വരുന്ന സമയത്ത് കാര്യമായിട്ടുള്ള റവന്യൂവിൽ കുറവാണ് D2C ബ്രാൻഡുകൾക്ക് ഇവിടെ സംഭവിക്കുന്നത്. ഇത് നമ്മൾ മനസ്സിലാക്കാതെ പോകരുത്. അപ്പോൾ ചില സ്ട്രാറ്റജികൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കിതിനെ മറികടക്കാൻ സാധിക്കും. ഈ ഫേക്ക് ഓർഡറുകളെ തന്നെ നമുക്ക് മറികടക്കാൻ സാധിക്കും. ഇവിടെ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ക്യാഷ് ഓൺ ഡെലിവറി ആയിട്ട് വരുന്ന ഓർഡറുകൾക്കാണ് ഇന്ത്യക്കാർക്ക് പ്രത്യേക പ്രിയം. എന്നാൽ 40% ക്യാഷ് ഓൺ ഡെലിവറി ഓർഡറുകളും ഇതേപോലെ തന്നെ റിട്ടേൺ വരുന്നതായിട്ടാണ് കണക്കുകൾ പറയുന്നത്. രണ്ടാമത്തെ കാര്യം, ഓരോ ആഴ്ചയും 20 കോടി രൂപയാണ് മൊത്തം D2C ബ്രാൻഡുകൾക്ക് റിട്ടേൺ മുഖേന നഷ്ടം സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. എങ്ങനെ? അതായത് അങ്ങോട്ട് അയക്കുന്നതിന് എക്സ്പെൻസ് ഉണ്ട്, ആ പ്രോഡക്റ്റ് കസ്റ്റമർ റിസീവ് ചെയ്യാതെ തിരിച്ച് അതേപോലെ വരികയാണെങ്കിൽ ആ എമൗണ്ട് നമ്മൾ തിരികെ കൊടുക്കണം. അപ്പോൾ അങ്ങോട്ട് അയക്കുന്നതിന് എക്സ്പെൻസ്, ഇങ്ങോട്ട് വരുന്നതിനും എക്സ്പെൻസ്. ഇങ്ങനെ D2C ബ്രാൻഡുകൾ 20 കോടി രൂപ, മൊത്തത്തിൽ 20 കോടി രൂപയാണ് റവന്യൂവിൽ ലോസ് ഓരോ ആഴ്ചയും ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചില സ്ട്രാറ്റജികൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് റിക്കവറി ചെയ്യാൻ സാധിക്കും. ഏതൊക്കെ എന്നതാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. എൻ്റെ പേര് ആൽബിൻ. ഇതേപോലുള്ള അറിവുകൾക്ക് നിങ്ങൾ വളരെയധികം ഇൻട്രസ്റ്റ് ആണെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യത്തെ സ്ട്രാറ്റജി എന്നത്, നിങ്ങൾ ഷോപ്പിഫൈ വെബ്സൈറ്റ് ഒക്കെയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ ചില പ്ലഗിൻസുകൾ ഉപയോഗിക്കുക എന്നതാണ്. റൈസർ പേയുടെ മാജിക് ചെക്കൗട്ട്, ഷിപ്പ് റോക്കറ്റിൻ്റെ ചെക്കൗട്ട്, ഗോവിക്കിൻ്റെ ഇതേപോലെ തന്നെ ചെക്കൗട്ടിൻ്റെ ഒരു സംഭവമുണ്ട്. അതേപോലെ തന്നെ ക്യാഷ് ഫ്രീയുടെ ചെക്കൗട്ട് എന്ന് പറയുന്ന ഓപ്ഷൻസ് ഉണ്ട്. ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോം നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ചില അഡ്വാൻറ്റേജുകളുണ്ട്. ഒന്ന്, OTP വെരിഫിക്കേഷൻ നടക്കും. അപ്പോൾ ഓരോ വ്യക്തിക്ക് മൾട്ടിപ്പിൾ നമ്പറുകൾ ഉള്ളത് കൊണ്ട് ചിലപ്പോൾ ഉപയോഗശൂന്യമായിട്ടുള്ള നമ്പർ കൊടുത്തിട്ടായിരിക്കും ഓർഡർ ചെയ്യുന്നത്. എന്നാൽ OTP വെരിഫിക്കേഷൻ ഉള്ളത് കൊണ്ട് തന്നെ ആക്റ്റീവായിരിക്കുന്ന നമ്പറുകളിലേക്ക് മെസ്സേജ് പോവുകയും ആ OTP ടൈപ്പ് ചെയ്തുകൊണ്ട് വേണം ഓർഡർ ചെയ്യാൻ വേണ്ടി. അപ്പോൾ ജെനുവിൻ മൊബൈൽ നമ്പറുകൾ നമുക്ക് ക്യാച്ച് ചെയ്യാൻ സാധിക്കും. ഒന്ന്. രണ്ടാമത്തത്, ക്യാഷ് ഓൺ ഡെലിവറി ഓർഡറുകളൊക്കെയാണ് വരുന്നതെങ്കിൽ അതിൽ ചെറിയ ഒരു എമൗണ്ട്
നമുക്ക് പ്രീപെയ്ഡിലോട്ട് മാറ്റാൻ സാധിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് നിശ്ചിത എമൗണ്ട് നേരത്തെ അടയ്ക്കുകയാണെങ്കിൽ അങ്ങനെ വരുന്ന ഓർഡറുകൾ മാത്രം റിസീവ് ചെയ്യുന്ന മെത്തേഡ് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സാധിക്കും. 1000 രൂപയുടെ ഓർഡർ ആണെങ്കിൽ 100 രൂപ അല്ലെങ്കിൽ 10% അല്ലെങ്കിൽ 5% എമൗണ്ടൊക്കെ നേരത്തെ തന്നെ പേയ്മെൻറ്റ് ചെയ്യുക. അങ്ങനെ വരുന്ന സമയത്ത് അത് ജെനുവിൻ ഓർഡറാണ് എന്ന് നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കും. അതുകൂടാതെ തന്നെ ക്യാഷ് ഓൺ ഡെലിവറി ഓർഡറുകളെ നമുക്ക് ഹൈ റിസ്ക്, ലോ റിസ്ക്, മീഡിയം റിസ്ക് എന്നിങ്ങനെ തരംതിരിക്കാൻ പറ്റും. ഇതിൽ ഹൈ റിസ്ക് ആയിട്ടുള്ള ഓർഡറുകളെ പ്രത്യേകം അത് ഒരിക്കലും തന്നെ കൺഫേം ആവാതെ വെക്കാൻ നമുക്ക് സാധിക്കും. അങ്ങനെ വരുന്ന ഹൈ റിസ്ക് ഓർഡറുകളെ പ്രത്യേകം ആ ഓർഡറുകൾ പ്രീപെയ്ഡ് ആയിട്ടുണ്ടെങ്കിൽ മാത്രം ഷിപ്പ് ചെയ്യുന്ന ലെവലിലേക്ക് നമുക്കിതിനെ ഈ പ്ലഗിൻസുകൾ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ സാധിക്കും. അങ്ങനെ കൂടുതൽ ക്യാഷ് ഓൺ ഡെലിവറി ഓർഡറുകളെ നമുക്ക് ഇല്ലാതാക്കാൻ സാധിക്കും. നെക്സ്റ്റ് ഓപ്ഷൻസ് ആണ്. ഇത് പ്രത്യേകിച്ച് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് ഫ്ലിപ്കാർട്ടും MPL തുടങ്ങിയ ബ്രാൻഡുകൾ അവർ ചെയ്യുന്നുണ്ട്. അതായത് കസ്റ്റമർക്ക് എപ്പോഴാണ് കൺവിൻസ് ആയിട്ടുള്ള ടൈം, അതായത് കസ്റ്റമർ ഒരു പ്രോഡക്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഏത് അഡ്രസ്സാണോ ആ അഡ്രസ്സിൽ കസ്റ്റമർ എല്ലായ്പ്പോഴും ഉണ്ടാകണം എന്നുള്ള കാര്യത്തിൽ ഒരു നിർബന്ധവുമില്ല. അങ്ങനെ വരുന്ന സന്ദർഭത്തിൽ അവർക്ക് പ്രിഫറബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ കൺവീനിയൻ്റ് ആയിട്ടുള്ള ടൈം അവർക്ക് ഷെഡ്യൂൾ ചെയ്യാൻ പറ്റുന്ന ഒരു പേജ് ഉൾപ്പെടുത്തുകയാണെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ആ പേജ് നമ്മൾ ഉൾപ്പെടുത്തുക, അത് പ്രത്യേകം കസ്റ്റമർക്ക് അയക്കുക, അവർ അതിനനുസരിച്ച് ടൈം ഷെഡ്യൂൾ ചെയ്യും, അതിനനുസരിച്ച് നമുക്ക് ഷിപ്പ് ചെയ്താൽ മാത്രം മതിയാകും. നെക്സ്റ്റ് ആണ്, അതായത് മൂന്നാമത്തെ സ്ട്രാറ്റജിയാണ്, നമ്മൾ ഒരു പ്രോഡക്റ്റ് ഷിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കസ്റ്റമറുടെ നിന്ന് ഓർഡർ ലഭിച്ചു കഴിഞ്ഞാൽ ഡെലിവറി ചെയ്യുന്ന ആ ടൈം വരെയുള്ള ടൈം അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻസുകൾ വാട്സപ്പിലേക്ക് കൃത്യമായി പമ്പ് ചെയ്തുകൊണ്ടിരിക്കുക. എന്തുകൊണ്ടാണത്? കസ്റ്റമറെ എപ്പോഴും അലേർട്ടാക്കി നിർത്താൻ വേണ്ടിയിട്ടാണ്. അത് ഷിപ്പ് റോക്കറ്റ് മുഖേന അല്ലെങ്കിൽ ഡെലിവറി തുടങ്ങിയ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കുന്നതിലൂടെ നമുക്ക് സാധ്യമാണ്. അതായത് ഒരു പ്രോഡക്റ്റ് ഷിപ്പ് ചെയ്യുന്ന ടൈം മുതൽ അല്ലെങ്കിൽ കസ്റ്റമറുടെ കയ്യിൽ ഓർഡർ വരുന്നു, അതിനുശേഷമുള്ള എല്ലാ അപ്ഡേറ്റുകളും കസ്റ്റമർക്ക് വാട്സപ്പിലൂടെ അയക്കണം. മെയിൽ മുഖേനയല്ല, വാട്സപ്പിലൂടെ അയക്കണം. അങ്ങനെ വരുന്ന സമയത്ത് കസ്റ്റമറെ അലേർട്ടാക്കി നിർത്താനും അതുവഴി കൂടുതൽ ഓർഡറുകൾ കളക്ഷൻ നമുക്ക് കൂട്ടാനും അല്ലെങ്കിൽ ഡെലിവറി ആവുന്ന ഓർഡറുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാനും ഇതിലൂടെ സാധിക്കുകയും ചെയ്യും. നെക്സ്റ്റ് ഓപ്ഷൻസ് ആണ് ഒരു ട്രാക്കിംഗ് പേജ് നമ്മൾ ഉൾപ്പെടുത്തുക എന്നത്. പലപ്പോഴും D2C ബ്രാൻഡുകൾ ചെയ്യുന്നൊരു പ്രശ്നമാണ് ട്രാക്കിംഗ് പേജുകൾ അവരുടെ പേജിൽ അല്ലെങ്കിൽ അവരുടെ വെബ്സൈറ്റിൽ ഉൾപ്പെടുത്തില്ല എന്നത്. ഇത് കൃത്യമായും ഉൾപ്പെടുത്തണം. ഇതിൽ പ്രത്യേകമായിട്ട് ഉൾപ്പെടുത്തേണ്ട ഒരു കാര്യമാണ് എയർലി ക്യാൻസലേഷൻ പേജും കൂടെ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കണം. എന്തിനാണ് എയർലി? അഥവാ കസ്റ്റമറുടെ മൈൻഡ് മാറുകയാണെങ്കിൽ അവർ ക്യാൻസൽ ചെയ്തോട്ടെ, അങ്ങനെ വരുന്ന ഓർഡറുകൾ നമുക്ക് വേണ്ട. കുറേ ഓർഡറുകൾ വർദ്ധിപ്പിക്കുന്നു, അതെല്ലാം കൂടെ റിട്ടേൺ വന്നു കഴിഞ്ഞാൽ വളരെ വലിയ റവന്യൂ കുറവാണ് വരുന്നത്. അപ്പോൾ അഥവാ വേണ്ടെങ്കിൽ കസ്റ്റമർ ആ ഓർഡറുകൾ ക്യാൻസൽ ചെയ്തോട്ടെ എന്ന മനോഭാവത്തിൽ തന്നെ ക്യാൻസലേഷൻ പേജും കൂടെ അതിനകത്ത് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കണം. അങ്ങനെയാണെങ്കിൽ പരമാവധി റിട്ടേൺ നമുക്ക് കുറയ്ക്കാൻ സാധിക്കുന്നതാണ്. നെക്സ്റ്റ് ആണ് പ്രീപെയ്ഡ് ഓർഡറുകൾക്ക് ഡിസ്കൗണ്ടുകൾ കൊടുക്കുക എന്നത്. അതായത് നമ്മൾ റേസർ പേ ഒക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ റേസർ പേയോ ക്യാഷ് ഫ്രീയോ സംതിങ് ഏത് പേയ്മെൻറ്റ് ഗേറ്റ്വേ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അവിടെ ഓൺലൈൻ വഴി പേയ്മെൻറ്റ് ചെയ്യുന്നവർക്ക് അഡീഷണൽ ഡിസ്കൗണ്ട് കൊടുക്കുക. ഇനി UPI ആയിക്കോട്ടെ, ക്രെഡിറ്റ് കാർഡ് ആയിക്കോട്ടെ, ഡെബിറ്റ് കാർഡ് ആയിക്കോട്ടെ, ഓൺലൈൻ പേയ്മെൻറ്റ് ആയിക്കോട്ടെ, വാലറ്റ് ആയിക്കോട്ടെ, ഏത് പേയ്മെൻറ്റ് ഗേറ്റ്വേ വഴി ഏത് സോഴ്സ് വഴി ആയിക്കോട്ടെ ഇവർ പേയ്മെൻറ്റ് ചെയ്യുന്നത്, അങ്ങനെ വരുന്ന പേയ്മെൻറ്റുകൾക്ക് നിശ്ചിത പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് കൊടുക്കുകയാണെങ്കിൽ ക്യാഷ് ഓൺ ഡെലിവറി ഓർഡറുകളെ അവർക്ക് നമുക്ക് സ്വിച്ച് ചെയ്തുകൊണ്ട് ഓൺലൈൻ പേയ്മെൻറ്റിലോട്ട് മാറ്റാൻ പറ്റുകയാണെങ്കിൽ അതുവഴി റിട്ടേൺ നമുക്ക് പരമാവധി കുറയ്ക്കാൻ സാധിക്കുന്നതാണ്. അടുത്തതാണ് ക്യാഷ് ഓൺ ഡെലിവറി ഓർഡറുകൾക്ക് എക്സ്ട്രാ ചാർജ് നമ്മൾ ചാർജ് ചെയ്യുക. അതായത് നമ്മൾ ഒരു ക്യാഷ് ഓൺ ഡെലിവറി ഓർഡർ നമ്മൾ അയക്കുന്ന സമയത്ത് നമുക്ക് എക്സാമ്പിൾ 100 രൂപയാണ് വരുന്നതെങ്കിൽ ക്യാഷ് കളക്ടിങ് ചാർജ് എന്ന രീതിയിൽ ഒരു 60 രൂപയൊക്കെ തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നുണ്ട്. ഇവ നമ്മൾ അറിയാതെ പോകരുത്. എന്നാൽ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് ചെറിയൊരു എമൗണ്ട് കളക്ട് ചെയ്യുകയാണെങ്കിൽ അത് ഡയറക്റ്റ് നമ്മൾ മെൻഷൻ ചെയ്തിരിക്കണം. ഈ എമൗണ്ട് നമ്മൾ വാങ്ങിക്കുന്നുണ്ട് എന്ന് കൃത്യമായി നമ്മൾ മെൻഷൻ ചെയ്തിരിക്കണം. അങ്ങനെ ഒരു എമൗണ്ട് നമ്മൾ ചാർജ് ചെയ്യുകയാണെങ്കിൽ ആ എമൗണ്ട് വരുന്നത് കൊണ്ട് തന്നെ കസ്റ്റമർ സ്വാഭാവികമായും ഓൺലൈൻ പേയ്മെൻറ്റിലോട്ട് കൺവേർട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഓൺലൈൻ പേയ്മെൻറ്റിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് ഓൺലൈൻ പേയ്മെൻറ്റുകൾ അവിടെ ഒരു തരത്തിലുള്ള ചാർജും ഇല്ലാതെ തന്നെ MRP എത്രയാണോ ആ എമൗണ്ടിൽ തന്നെ കസ്റ്റമർക്ക് വാങ്ങിക്കാൻ സാധിക്കും. എന്നാൽ ക്യാഷ് ഓൺ ഡെലിവറിക്ക് ആണെങ്കിൽ അഡീഷണലി ഒരു നിശ്ചിത എമൗണ്ട് ആഡ് ചെയ്യുമ്പോൾ ആ എമൗണ്ട് കൊടുക്കാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ കസ്റ്റമർ ഓൺലൈൻ പേയ്മെൻറ്റോട്ട് സ്വിച്ച് ചെയ്യാനുള്ള സാധ്യതയും അവിടെ വർദ്ധിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള 7 സ്ട്രാറ്റജികൾ ഉപയോഗിക്കുന്നതിലൂടെ
നിങ്ങൾക്ക് പരമാവധി ക്യാഷ് ഓൺ ഡെലിവറി ഓർഡറുകൾ കുറയ്ക്കാനും അതിലൂടെ ഓർഡറുകൾ ഡെലിവറി ആവുന്നവരുടെ എണ്ണം വർദ്ധിപ്പിക്കാനും നമുക്ക് സാധിക്കും. അതായത് പ്രീപെയ്ഡ് ഓർഡറുകൾ വർദ്ധിക്കുന്നത് വഴി ആ ഓർഡറുകൾ പരമാവധി ഡെലിവറി ആവുകയാണ് ഇതിലൂടെ ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ വളരെ ഉപകാരമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.